സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാം. വരൂ വരൂ വരൂ. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ പവലിയനിൽ സമീപത്ത് കഴിഞ്ഞ തവണ പൊങ്കാല ഉണ്ടായിരുന്നില്ല, ഇത്തവണ അവിടെ നിറഞ്ഞു കവിയുകയാണ്, സ്ത്രീകൾ വന്ന് നിറഞ്ഞു കവിയുന്ന ദൃശ്യമാണ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പോലീസുകാരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത്, കഴിഞ്ഞ വർഷം ഇത്രയും ആളുണ്ടായിരുന്നില്ല, ഇപ്പോൾ അതിനേക്കാൾ കൂടി, അപ്പോൾ സ്വാഭാവികമായും പുതിയ ഇടങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കണം, അതിനായുള്ള കാത്തിരിപ്പാണ്. ഒരല്പം നേരത്തെ ഈ പൊങ്കാല അർപ്പണത്തിന് തൊട്ട് മുൻപ് ഒരു അമ്മ കണ്ണുനീരോടെ വന്ന് പറയുന്നു, ഞാൻ കൊണ്ടുവന്ന കൊതുമ്പും ചൂട്ടും കാണാനില്ല, നിങ്ങളൊന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ആ നിമിഷം ഞാൻ സാക്ഷിയാണ്. ആ നിമിഷം അവിടെ ഇരുന്ന അമ്മമാർ അവർ കൊണ്ടുവന്നതിൽ ബാക്കി വന്നതൊക്കെയും എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഒരു 50 കലങ്ങളിൽ പൊങ്കാല അർപ്പിക്കാനുള്ള കൊതുമ്പും ചൂട്ടും ആ അമ്മമാർ ആ നിമിഷത്തിൽ കൊടുക്കുകയാണ്. അതാണ് ഒരുമ, അതാണ് സന്ദേശം. യാഗശാല പോലെ ആ പൊങ്കാല അടുപ്പുകൾ അങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള കാഴ്ച അനന്തപുരിയുടെ എല്ലാ വീഥികളിലും ആ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കൃത്യം 9:30 ശേഷം പണ്ടാരയടുപ്പിൽ തീ പകർന്നതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ആ കിലോമീറ്റർ കണക്കിന് അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ആ പൊങ്കാല അടുപ്പുകളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ ദീപമെത്തുകയും തുടർന്ന് ആ ദേവിക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാല നൈവേദ്യം അർച്ചന ആരംഭിക്കുകയും ചെയ്തു. അമ്മമാരുടെ നേതൃത്വത്തിൽ 1000 10,000 ലക്ഷക്കണക്കിന് അമ്മമാരുടെ ആ ഒരു മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന നൈവേദ്യമായിട്ട് പൊങ്കാല അങ്ങനെ കലങ്ങളിൽ തിളച്ചുമറിയുന്ന കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വർണ്ണാഭമായിട്ടുള്ളൊരു കാഴ്ചയും അതോടൊപ്പം തന്നെ മനസ്സിനും ഒക്കെ വലിയ അനുഗ്രഹം നൽകുന്ന അനുഭൂതി കൂടിയിട്ടാണ് ഈ പൊങ്കാല കാഴ്ചകളെന്ന്
പറയുന്നത്. ഒപ്പം കനത്ത ചൂടെന്നുള്ള കാലാവസ്ഥ പോലും അതിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല അവരുടെ ആത്മധൈര്യത്തിനും അവരുടെ ആ മനക്കരുത്തിനും അവരുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അനുഗ്രഹദായിനിയായിട്ടുള്ള ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന നൈവേദ്യമാണ് ഈ പൊങ്കാലക്കലങ്ങളിൽ അങ്ങനെ തിളച്ചു മറിയുന്നത്. അതിന് അവർക്ക് ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളോ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരുടെ ആ ഭാവങ്ങളിൽ നിന്നും അവരുടെ ആ പെരുമാറ്റങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒരേ ഒരു ലക്ഷ്യത്തിൽ അവരുടെ മനസ്സർപ്പിച്ചുകൊണ്ട് ആ പൊങ്കാല അർപ്പിക്കുക എന്നുള്ള ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു കർത്തവ്യത്തിൽ അവരങ്ങനെ മുഴങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ പ്രായഭേദ വ്യത്യാസങ്ങളില്ല, വർണ്ണവർഗ വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അമ്മയ്ക്ക് ഓമന മക്കളായിട്ട് ഒരൊറ്റ മക്കളായിട്ട് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് ഒരൊറ്റ മനസ്സോടുകൂടി ഒരൊറ്റ ശരീരമായിട്ട് അങ്ങനെ അനന്തപുരിയുടെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പല വിധങ്ങളായിട്ടുള്ള പ്രസാദങ്ങൾ അവരുടെ കലങ്ങളിൽ അങ്ങനെ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് മണ്ടപ്പുറ്റായിട്ടും അല്ലെങ്കിൽ പായസമായിട്ടും തെരളിയപ്പമായിട്ടും ഒക്കെ തന്നെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അർച്ചനകൾ പ്രസാദങ്ങൾ ദേവിക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ കയ്യാലെ ഒരു വർഷത്തിൽ ഒരു തവണ ഇത്തരത്തിൽ അമ്മയ്ക്ക് എൻ്റെ സ്വന്തം കയ്യാലെ ഊട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളൊരു കാര്യമാണ്, അനുഗ്രഹീതമായിട്ടുള്ളൊരു നിമിഷമാണ്. ആ ഒരു നിമിഷത്തിൻ്റെ സാഫല്യത്തിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആറ്റുകാലമ്മയ്ക്ക് അവരുടെ ആ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത് നൽകുക എന്നുള്ളത് അവർക്ക് അതിനേക്കാൾ വലിയൊരു സുഹൃതമില്ല, അതിനേക്കാൾ വലിയൊരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് കരുതുന്നത്. ഒപ്പം ഇത്തരത്തിൽ അമ്മയ്ക്ക് നൈവേദ്യം അർപ്പിക്കുന്നത് തങ്ങളുടെ തീരാ ദുരിതങ്ങൾക്ക് കൂടി അറുതി വരുത്തുവാനായിട്ട് ഇടവരുത്തും. അമ്മയുടെ അനുഗ്രഹാശിസ്സുകൾ ചൊരിയുന്നതിനായിട്ട് കൂടി വേണ്ടിയിട്ടാണ് ഈ അമ്മമാർ ഇങ്ങനെ ഈ പൊങ്കാലക്കലങ്ങളിൽ മൺകലങ്ങളിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കാല നിവേദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഒപ്പം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള സകലമാന ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം, അതായത് അമ്മമാരും സഹോദരിമാരും അടങ്ങുന്ന ആളുകൾ അനന്തപുരിയിലേക്ക് ഈ ഒരു ദിവ്യകർമ്മത്തിൽ ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളിയാകുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മാതൃശക്തിയിൽ അനന്തപുരി കേരളത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് മാറിക്കൊണ്ടാണ് ഈ പൊങ്കാല കർമ്മത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു യാഗശാലയായിട്ട് അനന്തപുരി അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ പൊങ്കാല അടുപ്പുകളിൽ നിന്ന് ഉയരുന്ന പുക അതിങ്ങനെ അനന്തപുരിയുടെ അന്തരീക്ഷത്തിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച, ചൂടും അല്ലെങ്കിൽ ആ പുകയുടെ ചൂടുമൊക്കെ ആയിട്ട് അനന്തപുരി ഒരു യജ്ഞശാലയ്ക്ക് തുല്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം ഈ കാലാവസ്ഥയെയും ഇവിടുത്തെ അന്തരീക്ഷത്തെയും ഒക്കെ ശുദ്ധീകരിക്കുന്ന ഒരു തപമായിട്ട് ആ പുകയും ആ ചൂടുമൊക്കെ അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും തീർത്തും അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങൾ, ഒപ്പം ആ ലക്ഷോപലക്ഷം നാരീശക്തിയുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ നിമിഷങ്ങൾ കൂടിയിട്ടാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനന്തപുരിയിൽ ആറ്റുകാലമ്മയുടെ തിരുമുമ്പിൽ മാത്രമല്ല, ഇങ്ങ് ശ്രീപത്മനാഭൻ്റെ മുൻപിലും പഴവങ്ങാടി ഗണപതിയുടെ മുൻപിലും ശ്രീകണ്ഠേശ്വരന് മുൻപിലും ഒക്കെയായിട്ട് അങ്ങനെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകൾ അങ്ങനെ എരിഞ്ഞു നീറിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊങ്കാല അടുപ്പുകളിൽ പൊങ്കാല കലങ്ങളിൽ പൊങ്കാല നൈവേദ്യം പായസമടക്കമുള്ള നൈവേദ്യം അങ്ങനെ തിളച്ചു മറിയുന്ന കാഴ്ച കൂടി കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും എല്ലാ കലങ്ങളിലും ഒരുമാതിരി പൊങ്കാല കലങ്ങളൊക്കെ അതിൻ്റെ പാകത്തിലെത്തുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് അവരുടെ നൈവേദ്യം അത് പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുന്നു, അത് പ്രസാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അമ്മ ദേവി എഴുന്നള്ളി ആ പ്രസാദങ്ങളൊക്കെ തന്നെ അത് അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മ അത് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അത് പ്രസാദമായി മാറുകയുള്ളൂ. എന്തായാലും ആ ഒരു ചടങ്ങുകൾ കൂടിയൊക്കെയാണ് ഇനി അവശേഷിക്കുന്നുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും ദേവി എഴുന്നള്ളി ഈ എല്ലാ പൊങ്കാലക്കലങ്ങളിലും അത് ദേവി നൈവേദ്യമായിട്ട് സ്വീകരിച്ചു ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും ആ ചടങ്ങുകൾ ഉണ്ടാവുക. 2 മണിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം എല്ലാ പൊങ്കാല അടുപ്പുകൾക്ക് അല്ലെങ്കിൽ എല്ലാ പൊങ്കാല കലങ്ങളിലേക്കും അമ്മ ആ നൈവേദ്യം സ്വീകരിച്ചതിന് ശേഷം അത് പ്രസാദമാക്കി ഭക്തർ സ്വീകരിച്ച് അത് വീടുകളിലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്ന ആ ഒരു കർമ്മം. അല്ലെങ്കിൽ അത് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ആറ്റുകാലമ്മയുടെ നേദ്യമായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു പായസമായാലും തെരളി ആയാലും മണ്ടപ്പുറ്റായാലും അങ്ങനെയുള്ള പ്രസാദങ്ങളൊക്കെ തന്നെ അത് ഒരു ദേവിയുടെ നൈവേദ്യമാണ്. അതിന് പാപമുക്തിക്കും രോഗശാന്തിക്കും ഒക്കെ ആയിട്ട് ഉള്ള പരിഹാരമായിട്ട് ആ പ്രസാദം മാറും എന്നുള്ളതാണ് ഓരോ ഹൈന്ദവീയരുടെയും വിശ്വാസം. എന്തായാലും അത് കാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്നൊരു വിശ്വാസവും ആചാരവും ഒക്കെ തന്നെയാണ്. എന്തായാലും മുറതെറ്റാതെ ആ ആചാര വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചരിത്രം, കഥകൾ, ഐതിഹ്യങ്ങളൊക്കെ
ഒക്കെ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ദാരിക നിഗ്രഹത്തിന് ശേഷം അമ്മയ്ക്ക് ദേവി അമ്മയ്ക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തർ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് അമ്മയെ സ്വീകരിച്ചു എന്നതടക്കമുള്ള ഐതിഹ്യങ്ങൾ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഒപ്പം ദ്രാവിഡ സംസ്കാരവുമായിട്ടും ഹൈന്ദവ സംസ്കാരവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഈ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് പൊങ്കാല എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം ആറ്റുകാൽ പൊങ്കാലയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പരിപാവനമായിട്ടുള്ള ആറ്റുകാൽ ദേവീക്ഷേത്രം. ലക്ഷോപലക്ഷം സ്ത്രീജനങ്ങൾ, വനിതാ ആളുകൾ അല്ലെങ്കിൽ അമ്മമാർ, മാതൃത്വം അവർ അനന്തപുരിയിലേക്ക് എത്തിക്കൊണ്ട് ആ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ചടങ്ങ്. അതുമാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ചടങ്ങ് എന്നൊക്കെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് വേറെ ലോകത്തില്ല എന്നുള്ളത് തന്നെയാണ് മുമ്പ് കണക്കുകളടക്കം സൂചിപ്പിച്ചിരുന്നത്. വിവിധ സമയങ്ങളിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും കടന്നുകൂടാനായിട്ട് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വനിതാ സാന്നിധ്യത്തിന്, മാതൃ സാന്നിധ്യത്തിന് സാധിച്ചിട്ടുണ്ട്. അത്രയും അധികം മാതൃശക്തി ഒരു കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ട് അവരുടെ ഒരേ മനസ്സോടുകൂടി ഒരേ കർമ്മം ചെയ്യുന്ന ഒരു കാഴ്ച അത് ലോകത്ത് മറ്റെങ്ങും കാണുവാനായിട്ട് സാധിക്കുകയില്ല. അത് ഈ അനന്തപുരിയിൽ മാത്രം കാണുവാൻ സാധിക്കുന്നതാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ആ ഒരു കാഴ്ചയുടെ ഏറ്റവും പുതിയ അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും, അനന്തപുരിയുടെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ കിലോമീറ്റർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന വിവിധ പാതകളിലായിട്ട് ഇരുവശങ്ങളിലുമായിട്ട് ലക്ഷോപലക്ഷം പൊങ്കാല കലങ്ങൾ അങ്ങനെ ആ പൊങ്കാല പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം എല്ലാവരും, എല്ലാ അമ്മമാരും അല്ലെങ്കിൽ പ്രായഭേദ വ്യത്യാസമന്യേ അതിൽ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായ സ്ത്രീകൾ വരെയുള്ള ആളുകൾ ആ കർമ്മത്തിൽ, ആ പൊങ്കാല അർപ്പിക്കുന്നതിൽ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ശരീര ഭേദവ്യത്യാസങ്ങളില്ല, അവർക്ക് അവശതകളില്ല, അവർക്ക് മറ്റ് മടുപ്പുകളോ അല്ലെങ്കിൽ മറ്റ് അവശതകളോ ക്ഷീണങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ആറ്റുകാൽ ദേവിക്ക് വേണ്ടിയിട്ടാണ്. ആ ദേവി തങ്ങൾക്ക് പാപപരിഹാരമായിട്ടും രോഗശാന്തിയായിട്ടും ഒക്കെ തന്നെ ഇതിനുള്ള അനുഗ്രഹം ചൊരിയും എന്നുള്ള വിശ്വാസത്തിന്മേലാണ് ഈ പൊങ്കാല നൈവേദ്യങ്ങൾ, ഈ പൊങ്കാല അടുപ്പുകൾ അങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാഴ്ച തന്നെ ഇത്. നമ്മളുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തന്നെ സവിശേഷമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ലോകത്ത് മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ആചാരനിബിഡമായിട്ടുള്ള ചടങ്ങുകളോട് കൂടിയിട്ടുള്ള ഒരു മഹാകർമ്മമാണ്. അതാണ് ഈ ആറ്റുകാൽ പൊങ്കാല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മളുടെ പൈതൃകത്തിൻ്റെയും നമ്മളുടെ ഐതിഹ്യങ്ങളുടെയും നമ്മളുടെ വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഹൈന്ദവ സംസ്കാരത്തിൽ മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങൾ, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ചടങ്ങുകൾ, അതൊക്കെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയെ ശ്രേഷ്ഠമാക്കുന്നത്. എന്തായാലും എല്ലാവരും, ഒരു നാടൊന്നാകെ ഒരൊറ്റ മനസ്സോടുകൂടി ആ കർമ്മത്തിൽ ഭാഗമാകുന്നു. ആ മാതൃശക്തിയാണ് അല്ലെങ്കിൽ അമ്മമാരാണ്, സഹോദരിമാരാണ് പൊങ്കാലയിടുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ആ പുരുഷകേസരികളും അങ്ങനെ അനന്തപുരിയിൽ അങ്ങനെ അവർക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് അവരുടെ മനസ്സോടുകൂടി അതേ പ്രാർത്ഥനയോടുകൂടി നിന്നുകൊണ്ട് ആ പൊങ്കാലയിൽ അവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാഗമാകുന്നു എന്നുള്ള കാഴ്ചയും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് സകലരും, എല്ലാവരും അവിടെ പുരുഷ സ്ത്രീ ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും പൊങ്കാലയിൽ ഈ മഹോത്സവത്തിൻ്റെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലടക്കം ആ രാജവീഥിക്ക് ഇരുവശങ്ങളിലും അങ്ങനെ ആ പൊങ്കാല നൈവേദ്യം നിറഞ്ഞ കലങ്ങൾ അങ്ങനെ അടച്ചു വച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് ആറ്റുകാലമ്മയ്ക്ക് മാത്രമുള്ള ഒരു അർച്ചനയല്ല അല്ലെങ്കിൽ ഒരു നിവേദ്യമല്ല. ഇത് ശ്രീപത്മനാഭനും അല്ലെങ്കിൽ പഴവങ്ങാടി ഗണപതിക്കും ശ്രീകണ്ഠേശ്വരത്തപ്പനും ഒക്കെയുള്ള ഒരു പ്രസാദമായിട്ട് തന്നെ അവർ ഇത് മാറുന്നു, അല്ലെങ്കിൽ ഈ പൊങ്കാലക്കലങ്ങൾ മാറുന്നു. കാരണം അവരുടെയൊക്കെ തിരുമുമ്പിൽ ആ പൊങ്കാലക്കലങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പൊങ്കാലക്കലങ്ങൾ അങ്ങനെ നിരന്നിരിക്കുകയാണ്. ആ പൊങ്കാല നൈവേദ്യം അങ്ങനെ പാകമായി അത് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ആറ്റുകാലമ്മ എഴുന്നള്ളി അവയൊക്കെ സ്വീകരിച്ചാൽ മാത്രം മതി. എന്തായാലും ഏറെ അനുഗ്രഹീതമായിട്ടുള്ള ചടങ്ങുകളാണ്. അതിൽ ആ നിർവൃതിയോടുകൂടിയുള്ള ആ അമ്മമാരുടെ ആ ഭാവങ്ങളൊക്കെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ആ മുഖഭാഗവും അല്ലെങ്കിൽ ഭാവവും ശരീര അല്ലെങ്കിൽ
അവരുടെ ആ ഒരു ആകാരവും ഒക്കെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. കാരണം അവർക്ക് കനത്ത ചൂടിൽ പോലും യാതൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും കൂടാതെ അവർ ആ ഏറ്റെടുത്തിട്ടുള്ള കർമ്മത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് തങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്രതം ഇന്ന് പൂർത്തീകരിക്കുകയാണ്. പൂർത്തീകരണത്തിൻ്റെ നിമിഷങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം ഏറ്റുവാങ്ങിയതിൻ്റെ സംതൃപ്തിയും ആ അനുഗ്രഹം ഏറ്റുവാങ്ങിയതിൻ്റെ ആ ഒരു ഉത്സാഹവും ഊർജവും ഒക്കെയാണ് ആ ഓരോ അമ്മമാരുടെ മുഖത്തും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇത് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതല്ല, അതവർ ദിവസങ്ങൾക്ക് മുൻപേ മുതൽ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുള്ളതാണ്. അതായത് വ്രതം നോൽക്കുക അല്ലെങ്കിൽ നീണ്ട വ്രതത്തിന് ശേഷമാണ് അവർ ഈ പൊങ്കാല അർപ്പിക്കുന്ന ആ ദിവസത്തിലേക്ക് ഓരോ അമ്മമാരും എത്തിച്ചേരുന്നത്. അത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ എത്തി മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അമ്മമാരുണ്ട്. അവിടെയൊക്കെ ക്ഷേത്രങ്ങളെത്തി ഈ വ്രതത്തിൻ്റെ ഭാഗമായി ആ വ്രതാനുഷ്ഠാനത്തിൻ്റെയും പ്രാർത്ഥനാചര്യയുടെയും ഒക്കെ ഭാഗമായിട്ട് ദിവസങ്ങളോളം അവർ നീണ്ടു അല്ലെങ്കിൽ നീങ്ങി അതിനുശേഷമാണ് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം അവർക്ക് ഏറെ അനുഗ്രഹം നൽകുന്നത് അല്ലെങ്കിൽ ഏറെ ആത്മസംതൃപ്തി നൽകുന്ന ദിവസമാണ്. ഇനിയൊരു വർഷത്തേക്കുള്ള അവരുടെ ജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഊർജവും അല്ലെങ്കിൽ ആത്മവിശ്വാസവും ഒക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു കർമ്മഫലമായിട്ട് ഇന്നത്തെ പൊങ്കാല നൈവേദ്യം മാറുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ആചാരത്തിൻ്റെ ഭാഗമാണ്, ഐതിഹ്യത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പൊങ്കാല അർപ്പിക്കുകയാണെങ്കിൽ സകലവിധ അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നാശനമുണ്ടാകും. അവയുടെയൊക്കെ നാശനമുണ്ടാകും, ആത്മസംതൃപ്തി ഉണ്ടാകും, ആത്മമോക്ഷം ലഭിക്കും എന്നതടക്കമുള്ള വിശ്വാസങ്ങളാണ് ഈ ലക്ഷോപലക്ഷം അമ്മമാരിൽ ഉള്ളത്. എന്തായാലും അത് നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ജീവിത രീതിയുടെ കൂടി ഭാഗമായിട്ട് ഈ ആറ്റുകാൽ പൊങ്കാല മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മലയാളിയുടെ സംസ്കാരത്തിൻ്റെയും മലയാളിയുടെ തനത് ചരിതയുടെയും ഒരു വർഷത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ദിവസത്തെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലക്ഷോപലക്ഷം മാതൃസംഖ്യ എന്ന് പറയുന്നത്. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര സംഖ്യയിൽ അമ്മമാർ ഈ അനന്തപുരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ആ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. എണ്ണിത്തീരാത്തത്ര ആ പൊങ്കാല കലങ്ങൾ അങ്ങനെ നിരന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത്രമാത്രം പ്രസാദ നൈവേദ്യങ്ങൾ അങ്ങനെ നിരന്നു കഴിഞ്ഞുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നമ്മളുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമാണ് എന്ന് ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന ചടങ്ങുകളും കാഴ്ചകളും ഒക്കെ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആ ചടങ്ങുകളൊക്കെ അതിൻ്റെ ഏറ്റവും മകുട അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് അതിപുലർച്ചെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതലൊക്കെ തന്നെ ഓരോ അടുപ്പിന് ചുവട്ടിലും അമ്മമാരങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അവർ വിഭവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൊങ്കാല വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അത് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഓരോ വിഭവങ്ങളും മണ്ടപ്പുറ്റും തെരളിയും ഒക്കെ തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന ആ തിരക്കൊക്കെ രാവിലത്തെ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. ഒപ്പം ആ പൊങ്കാല അടുപ്പ് കൂട്ടുകയും അതിനു വേണ്ടിയിട്ടുള്ള കൊതുമ്പും ചൂട്ടുമൊക്കെ അതൊക്കെ നാട്ടിൽ നിന്നൊക്കെ തന്നെ കൊണ്ടുവന്നതാണ്. ഇത്രയും ദൂരം അവർ ട്രെയിനിലും ബസ്സിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ അടുപ്പ് കൂട്ടാനുള്ള വിഭവങ്ങളും ഒപ്പം ആ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളും ഒക്കെ ചുമന്നുകൊണ്ടാണ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമുക്ക് കേരളത്തിൽ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും. ട്രെയിനുകളിലൊക്കെ അമ്മമാർ ആറ്റുകാലിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അവർ എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ട്, അതായത് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും, അതൊരു കൊതുമ്പും ചൂട്ടായാൽ പോലും ഒരു ഓലക്കീറായാൽ പോലും അതുവരെ അവിടെ നിന്നും സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രമാത്രം അർപ്പണബോധത്തോടു കൂടി ആ ഒരു മനസ്സോടുകൂടി ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് അവരങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും തയ്യാറെടുപ്പിലുമായിരുന്നു. എന്തായാലും രാവിലെ മുതൽ അവരുടെ തയ്യാറെടുപ്പിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനുശേഷം എന്തായാലും 10 മണിയോടുകൂടി ആ പണ്ടാര അടുപ്പിലെ തീ പടർന്നതിന് ശേഷം ആ ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്ക് നിമിഷ നേരം കൊണ്ട് ആ അഗ്നിജ്വാല അങ്ങനെ പടർന്നു കയറി. അത് ഓരോ അമ്മമാരുടെയും വീര്യത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും കൂടി ജ്വാലയായിരുന്നു. എന്തായാലും ആ ജ്വാലകളിൽ ആ പൊങ്കാല കലങ്ങൾ അങ്ങനെ ചൂടുപിടിച്ചു, തപമേറ്റ് ആ പൊങ്കാല കലങ്ങളിൽ പൊങ്കാല നൈവേദ്യം അങ്ങനെ ആ വെള്ളത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബാഷ്പത്തിൽ അങ്ങനെ ആ പൊങ്കാല നൈവേദ്യം അങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും എല്ലാ കലങ്ങളും ആ ഒരു ആത്മനിർവൃതിയുടെ കലങ്ങളായിട്ട് മാറുന്നു. ആ പൊങ്കാല നൈവേദ്യങ്ങൾ ആ കലങ്ങളിൽ അങ്ങനെ തിളച്ചു മറിയുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പല ഈ അടുപ്പുകളിലും ആ പൊങ്കാല നൈവേദ്യം പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ആ അമ്മമാർ എല്ലാവരും ആ കലങ്ങൾ
കവാടങ്ങളൊക്കെ അടച്ച് ഭംഗിയായിട്ട് വാഴയില കൊണ്ട് മൂടി അതിനെ പവിത്രതയോടുകൂടി തന്നെ ആ പൊങ്കാല കലങ്ങളെ അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പ്രസാദങ്ങളൊക്കെ അതിനകത്ത് പൂർത്തിയായിട്ടുണ്ട്, അതിനകത്ത് പാകമായിട്ടുണ്ട്, എല്ലാം ദേവിക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ തയ്യാറാക്കുവാനായിട്ട് തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ജനലക്ഷങ്ങൾ ഇന്നിപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, അനന്തപുരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആറ്റുകാൽ ക്ഷേത്ര പരിസരം, അതോടൊപ്പം തന്നെ സ്റ്റാച്യു, അതുപോലെ കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങി ഈ തലസ്ഥാന നഗരിയുടെ, ഈ വളരെ വിശാലമായ അനന്തപുരി നഗരിയുടെ എല്ലാ ഭാഗങ്ങളിലും അമ്മമാർ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തുകയാണ്.